യൂട്യൂബിന്റെ ക്രൈറ്റീരിയ ചേഞ്ച് ആയത് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. 4000 വാച്ച് ടൈം 1000 സബ്സ്ക്രൈബർ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇനി നെക്സ്റ്റ് 2027 ഫെബ്രുവരി മുതൽ ഫെബ്രുവരി 1 മുതൽ 4000 വാച്ച് ടൈം 1000 സബ്സ്ക്രൈബർ എന്നുള്ളത് അത് 8000 വാച്ചിങ് അവേഴ്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ പോലത്തെ ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സുമാർക്ക് ഭയങ്കര ടഫ് ആയിരിക്കും. പക്ഷെ ചിലവർക്ക് നല്ലൊരു ഉപകാരവും ഉണ്ട് കേട്ടോ. ഇതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ഞാൻ ഓൾറെഡി ഇതിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ഇത് ആദ്യമായിട്ടല്ല കേട്ടോ. ഞാൻ ആദ്യം 2017 നമ്മൾ ഓൾറെഡി ഞാൻ ചാനൽ ഓൾറെഡി വാച്ച് ചെയ്യാണ്. ചാനൽ ഓൾറെഡി 2017 തുടങ്ങി. ഞാൻ 2018 ഞാൻ വേറൊരു ചാനലാണ് അത് തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ അതിൽ നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് വ്യൂസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ആ 2017 മുതൽ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ആ സമയത്ത് ഓൾറെഡി നമുക്ക് ഉണ്ടായ ക്രൈറ്റീരിയ എന്തെന്ന് വെച്ചാൽ സബ്സ്ക്രൈബർ ഓൾറെഡി 1000 സബ്സ്ക്രൈബർ ആണ് വേണ്ടിയിരുന്നത്. പക്ഷെ നമുക്ക് അപ്പോൾ ആ സമയത്ത് വാച്ചിങ് ഓവേഴ്സ് വേണ്ടിയിരുന്നില്ല. വാച്ചിങ് ഓവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്നത് വ്യൂസ് ആണ്. ഓക്കെ, ടോട്ടൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ടിയിരുന്നത് ആ സമയത്ത് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിരുന്നത് 10,000 വ്യൂസ് മാത്രമാണ് വേണ്ടിയിരുന്നത്. ആ സമയത്ത് ഞാൻ ഓൾറെഡി ഞാൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ ഓൾറെഡി സെർച്ച് ചെയ്തെടുത്തതാണ് ഞാൻ. അത് ഓൾറെഡി യൂട്യൂബിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് മുന്നേ പഴയ കാലങ്ങളിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയായിരുന്നു ഉണ്ടായത്. 2018 മുതലാണ് ഓൾറെഡി വാച്ചിങ് ഓവേഴ്സ് എന്നൊരു ഓപ്ഷൻ വന്നത്. വാച്ചിങ് ഓവേഴ്സ് 4000 വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വന്നത് 2018 ആ 2018 ഞാൻ ഈ സമയത്താണ് ഞാൻ ഓൾറെഡി ചാനൽ തുടങ്ങുന്നത്. ആ സമയത്ത് എനിക്ക് വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറെ ശ്രമിച്ച് പാട്ട് പാടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പല പല ഉടയപ്പുകൾ ആ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മോണിറ്റൈസേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറെ പാട്ട് പാടിയിട്ടിട്ട് പിന്നെ മാക്സിമം ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ ഒന്നും ഞാൻ ആ സമയത്ത് ഇട്ടിട്ടില്ല. ഞാൻ കുറെ പാട്ടുകൾ, പരിപാടി നടക്കുന്ന സ്ഥലത്തുള്ള ഡാൻസുകൾ, ദഫ്മുട്ടുകൾ ഇങ്ങനത്തെ എല്ലാം ഇട്ടുകൊണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പഴയ ചാനൽ ഓൾറെഡി സ്ക്രീൻഷോട്ട് കൊടുക്കാം. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് ആ കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്ത് നമുക്ക് മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് വേറൊരു ആളുടെ വീഡിയോ എടുത്ത് ഇട്ടാലും നമുക്ക് അത്ര സ്ട്രിക്റ്റ് ഉണ്ടായിരുന്നില്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്ന സമയത്ത് കുറച്ച് വാർണിങ്ങുകൾ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി അതെന്താണെന്ന് ഇപ്പൊ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പൊ അതുപോലെയാണ് നമുക്ക് ഓൾറെഡി വാച്ചിങ് ഓവേഴ്സ് അതിനുശേഷം 2018 മുതൽ 2027 വരെ നമുക്ക് വാച്ചിങ് ഓവേഴ്സിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ 500 സബ്സ്ക്രൈബർ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഏർണിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ആപ്പ് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും 2023 നമുക്ക് ആ ഒരു ക്രൈറ്റീരിയ കൂടി നമുക്ക് യൂട്യൂബ് തന്നിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ നമുക്ക് വ്യൂസ് വ്യൂഡ് വീഡിയോ വന്നത് 2023 എന്നാണ് തോന്നുന്നു നമുക്ക്. അപ്പൊ അതിന്റെ വ്യക്തമായിട്ട് അറിയില്ല. 2023 തോന്നുന്നു. അപ്പൊ ഇപ്പൊ ഇതിന്റെ അടുക്കാണ് ഓൾറെഡി നമുക്ക് ഷോർട്സിന് വ്യൂസ് കൊണ്ടുവന്നില്ലാലും നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും എന്നൊരു അപ്ഡേറ്റും പിന്നീടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയത്തും ഇപ്പോൾ കൂടുതൽ ക്രിയേറ്റേഴ്സും ഷോർട്സിൽ കൂടുതൽ ഏർണിങ്സ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഇനി മുതൽ 2027 മുതൽ നമുക്ക് ഷോർട്സിനും ഏർണിങ്സ് കിട്ടത്തില്ല എന്നാണ് യൂട്യൂബ് പറയുന്നത്. അതിന് മെയിനായിട്ടുള്ള കാരണം എനിക്ക് തോന്നുന്നുള്ളത്, കൂടുതൽ ആൾക്കാരും വേറെ ഒരു എഫേർട്ടും എടുക്കാതെ ഓൾറെഡി വേറെ ആൾക്കാരുടെ കൊളാബ് ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരുടെ വീഡിയോ സൈഡിൽ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറെ ആൾക്കാർ ഉടായ്പിലൂടിയിട്ട് വ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വീഡിയോസ് പ്ലേ ചെയ്തിട്ട് അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുത്തിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കാണാതെ വെറും ഇമേജ് മാത്രം ഇട്ടിട്ട് കുറെ 2-3 ഇമേജ് ഇട്ടിട്ട് വീഡിയോ രൂപത്തിലാക്കിയിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് കുറെ ആൾക്കാർ മോണിറ്റൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഷോർട്ടില് 10 മില്യൺ വ്യൂസ് അങ്ങനെ കൊണ്ടുവന്നിട്ട് കുറെ ആൾക്കാർ മോണിറ്റൈസേഷൻ ചെയ്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനത്തെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഇനി മുതൽ ഷോർട്സിൽ ഓൾറെഡി ക്യാഷ് കിട്ടത്തില്ല, ഏർണിങ്സ് കിട്ടത്തില്ല. പക്ഷെ ഷോർട്സിൽ മോണിറ്റൈസേഷൻ കിട്ടണം എന്നുണ്ടെങ്കിലും 2 crores അഥവാ 20 മില്യൺ വ്യൂസ് വന്നാൽ മാത്രമാണ് ഷോർട്സിൽ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. ഷോർട്സ് മാത്രം ഇടുന്ന ആൾക്കാർക്കാണ്. അല്ലാണ്ട് ലൈവോ ലോങ് വീഡിയോക്കോ വേറൊരു മാറ്റവും വന്നിട്ടില്ല. വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വാച്ചിങ് ഓവേഴ്സ് 8000 വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഷോർട്സിന് ഇങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ വന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഷോർട്സിന്റെ അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് അറിയില്ല. വ്യക്തമായിട്ട് അപ്ഡേറ്റും വന്നിട്ടില്ല. ഇനിയും വരുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഷോർട്സിന്റെ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ അത് കൂടാതെ ഷോർട്സ് കൂടുതൽ ആൾക്കാരും ഈ ലോങ് വീഡിയോ ഇടാതെ വെറും ഷോർട്സ് മാത്രം ഇട്ട് പോകുന്നുണ്ട്. അവർക്ക് നല്ല പണിയാണ്, അവർക്ക് ഏർണിങ്സ് കിട്ടത്തില്ല.
കേട്ടോ. അങ്ങനത്തെ ആൾക്കാർക്ക് ഏണിങ്സ് കിട്ടത്തില്ല. ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുമ്പ് ഓൾറെഡി ഉള്ള ചാനലുകൾ ഉണ്ട്, അവർക്ക് ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി മാത്രമാണ് അവർക്ക് ഏണിങ്സ് കിട്ടത്തുള്ളൂ. കാരണം പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് ഷോർട്സിന് കൂടുതൽ ഏണിങ്സ് കിട്ടാൻ സാധ്യതയുള്ളത് കേട്ടോ. ഇനി ആഡ്സൻസ് ത്രൂ ഷോർട്സിന് ഏണിങ്സ് കിട്ടത്തില്ല എന്നാണ് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇനി മാക്സിമം ലോങ് വീഡിയോവും ലൈവും ഫോക്കസ് ചെയ്താൽ മാത്രമേ ഇപ്പൊ യൂട്യൂബിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ അതുകൊണ്ട് ഷോർട്സ് സബ്സ്ക്രൈബർ കൂട്ടിയിട്ട് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ക്രിയേറ്റേഴ്സ് വന്നത് കൊണ്ടായിരിക്കാം, ഒരു എഫേർട്ടും ഇല്ലാതെ എഫേർട്ട്ലെസ് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം യൂട്യൂബ് ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് 8000 വാച്ചിങ് ഓവേഴ്സ് നമുക്കിപ്പോ വന്നതിൽ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് ടൈമും നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഏണിങ്സ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെ വ്യൂസ് വരുന്നില്ല, വ്യൂസ് ഡൗൺ ആയി പോവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പറ്റുന്നില്ല. ചിലപ്പോൾ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് ടൈമും ലൈവ് ഇട്ടിട്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവർക്ക് സബ്സ്ക്രൈബർ ഉണ്ടാവുക വെറും 2000 സബ്സ്ക്രൈബർ ആയിരിക്കും. 2000 സബ്സ്ക്രൈബറും 4000 വാച്ച് ടൈമും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു കാരണവശാലും അവർക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട്, ലൈവില് കൂടുതൽ ഏണിങ്സ് കിട്ടുന്നില്ല. ലൈവ് വെച്ചിട്ടാണ് ഇവർ ഓൾറെഡി മോണിറ്റൈസേഷൻ ചെയ്യുന്നുള്ളത്. അപ്പൊ ലൈവില് മോണിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത് ലൈവില് കൂടുതൽ ഏണിങ്സ് കിട്ടുന്നില്ല. ലോങ് വീഡിയോക്ക് മാത്രമാണ് ഏണിങ്സ് കൂടുതൽ കിട്ടുന്നത്. ചിലപ്പോ 10,000 വ്യൂസോ അല്ലെങ്കിൽ 15,000 വ്യൂസോ ലോങ് വീഡിയോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ $3 $4 കയറുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അതേ സ്ഥാനത്ത് നമുക്ക് 1,00,000 വ്യൂസ് ലൈവിൽ വന്നാലും നമുക്ക് അവിടെ കയറുന്നുള്ളത് വെറും 0.2 അല്ലെങ്കിൽ $1 എന്ന മട്ടിലാണ് നമുക്ക് ലൈവിൽ വരുന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ലോങ് വീഡിയോ ഒക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ഇപ്പൊ ചിലപ്പോ യൂട്യൂബ് ഇങ്ങനത്തെ ക്രൈറ്റീരിയകൾ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇനിയിപ്പോ മോണിറ്റൈസേഷൻ ചെയ്യുന്നവർക്ക് നല്ല അടിപൊളി ബെനിഫിറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ അത്ര എഫേർട്ട് എടുത്തിട്ട് മോണിറ്റൈസേഷൻ ചെയ്താൽ 8000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് എന്താ വെച്ചാൽ പെട്ടെന്ന് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ആകുമ്പോഴേക്ക് കൂടുതൽ സബ്സ്ക്രൈബർ കൂടാനും അവർക്ക് കൂടുതൽ വ്യൂസ്, ഓക്കെ വ്യൂസ് 8000 വാച്ച് ടൈം വേണമെന്നുണ്ടെങ്കിൽ വ്യൂസ് കൂടുതൽ വേണമല്ലോ. അപ്പൊ വ്യൂസ് കൂടുതൽ വരുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഏർണിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും കേട്ടോ. കൂടുതൽ ഏർണിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. എന്റെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക്, എന്റെ ഭാഗത്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് അതാണ് തോന്നുന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ 8000 വാച്ച് ടൈം എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ ചാനലിൽ തന്നെ ഓൾറെഡി 12,000 അല്ലാന്നുണ്ടെങ്കിൽ 18,000 വാച്ച് ടൈം ഓൾറെഡി ഉണ്ട്, നിലവിലുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് ഇങ്ങനത്തെ 12,000 വാച്ച് ടൈമോ അതല്ലാന്നുണ്ടെങ്കിൽ 18,000 20,000 വാച്ച് ടൈം നമുക്ക് മന്ത്ലി കണ്ടിന്യൂ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 6 മാസം 7 മാസത്തിൽ നമുക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സൂപ്പറായിട്ട് അതിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ 4000 വാച്ച് ടൈമും വെച്ച് 2000 3000 വ്യൂസും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കതിൽ ഡോളർ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്കത് പോസിറ്റീവായിട്ട് കണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മോണിറ്റൈസേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8000 വാച്ച് ടൈം എന്നുള്ളത് നിങ്ങളത് വലിയൊരു ടെൻഷൻ ആക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാല് 8000 വാച്ച് ടൈം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 1000 സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കൂടും. വ്യൂസ് എങ്ങനെ കൂടും? നമ്മൾ ആ 8000 വാച്ച് ടൈമിന് വേണ്ടി നമുക്ക് കൂടുതൽ വ്യൂസും എൻഗേജ്മെന്റും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വ്യൂസ് കൂടി വരും. അപ്പൊ നല്ല കണ്ടന്റ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. ആ കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് തന്നെ നമുക്ക് ചിലപ്പോ അതിന് ശേഷം മോണിറ്റൈസേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് 2 3 4 വീഡിയോ അപ്ലോഡ് ചെയ്താൽ തന്നെ നമുക്ക് അതിനുശേഷം ഒരു $100 തികയ്ക്കാൻ പെട്ടെന്ന് കഴിയും. കാരണം എന്താ വെച്ചാൽ ഒരു ലൈവ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 1,00,000 വ്യൂസ് വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ ഓൾറെഡി $20-30 ഓൾറെഡി നമുക്ക് കയറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുള്ളത്. ആ സമയത്ത് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 4-5 വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതേപോലെ 1,00,000-2,00,000 വ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് $100 തികയ്ക്കാൻ പറ്റും. ലോങ് വീഡിയോ കേട്ടോ, ഷോർട്ട് വീഡിയോ അതിൻ്റെ അടുക്കുന്ന ലൈവ് ഇട്ടിട്ട് അല്ല ഞാൻ പറഞ്ഞത്.
ലൈവ് ഇടുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഏണിങ്സ് കൂടുതൽ പെട്ടെന്ന് ഡോളർ കയറ്റാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ചിലപ്പോൾ മോണിറ്റൈസേഷൻ ചെയ്തവർ ഈ വീഡിയോ കാണുന്നവർ ആണെങ്കിൽ ഇപ്പോഴും അവർക്ക് മോണിറ്റൈസേഷൻ ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു $100 പോലും തികയ്ക്കാൻ കഴിയാത്തവർ ഇപ്പോഴും നിലവിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓൾറെഡി എനിക്ക് അറിയാവുന്നതുമാണ്. അതുകൂടാതെ ഷോർട്സിന്റെ കാര്യം പറയാനെന്താ വെച്ചാല്, ഷോർട്സ് വീഡിയോയില് 90 ദിവസത്തിന്റെ ഉള്ളിൽ 90 ദിവസത്തിന്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി മോണിറ്റൈസേഷൻ കിട്ടുമായിരുന്നു. പക്ഷെ 90 ദിവസം നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്തു എന്ന് വിചാരിച്ചു, 90 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് അതേ നെക്സ്റ്റ് 90 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ അതേ 10 മില്യൺ വ്യൂസ് നമ്മൾ മെയിൻ്റനൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് നിലനിൽപ്പുള്ളൂ, ആ ചാനൽ നിലനിൽപ്പുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 90 ദിവസം 3 മാസം കൊണ്ട് നമ്മൾ ഓൾറെഡി 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്തു. അതിനുശേഷം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യൂസ് വളരെ ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1-2 വീഡിയോസ് വൈറലായി, മില്യൺ വ്യൂസ് വന്നു. അതിനുശേഷം നമുക്ക് വ്യൂസ് വരുന്നില്ല, അത്ര മില്യൺ വ്യൂസ് വന്നില്ല. നമുക്ക് ഈ 90 ദിവസം എന്നുള്ളത് ഇങ്ങനെ വ്യൂസ് നമ്മൾ ദിവസം പോലെ അങ്ങോട്ടുള്ള ദിവസം കുറഞ്ഞു വരും. ഓക്കെ, മുന്നോട്ടുള്ള ദിവസം കുറഞ്ഞു വരും. ഇപ്പൊ ജനുവരി 1 മുതലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തത്, നമുക്ക് മില്യൺ വ്യൂസ് ഓൾറെഡി വന്നത് എന്നുണ്ടെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ ഉള്ളൂ അതിന് വാലിഡിറ്റി. ഓക്കെ, അതിനുശേഷം നമുക്ക് മാർച്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജനുവരി പോയി. ഓക്കെ, ജനുവരിയിലുള്ള വ്യൂസ് പോയി കാണും, അത് ഫുള്ള് ഡിലീറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഇങ്ങനെയാണ് വരുന്നുള്ളത് കേട്ടാ. ഇനി ഏപ്രിൽ കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു. ഓക്കെ, ഏപ്രിൽ, മെയ് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ജനുവരി, ഫെബ്രുവരിയിലുള്ള വ്യൂസ് മൊത്തം പോകും. ഓക്കെ, അതിനുശേഷം 3 മാസത്തെയാണ് കണക്ക് കൂട്ടുന്നുള്ളത്. എന്ന് വെച്ചാല് ജനുവരി, ഫെബ്രുവരി പോയി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ, 3 മാസത്തെയാണ് നമുക്ക് 90 ദിവസമായിട്ട് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണ് വരുന്നുള്ളത് കേട്ടോ. അതേപോലെയാണ് ലോങ് വീഡിയോന്റെ വാച്ച് ടൈം. ഇപ്പൊ നമ്മൾ ജനുവരി 1 മുതൽ അല്ലാന്നുണ്ടെങ്കിൽ ഫെബ്രുവരി, മാർച്ച് 1 മുതലാണ് നമുക്ക് വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തതെന്ന് വിചാരിച്ചോ. മാർച്ച് 1 മുതൽ നമുക്ക് ഓൾറെഡി 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് മാർച്ച് വരെ നമ്മളെ ഓൾറെഡി വാച്ചിങ് അവേഴ്സ് അതേപോലെ 4000 വേണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ജനുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, നെക്സ്റ്റ് വർഷം ജനുവരി കഴിഞ്ഞതിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് മാർച്ചിക്ക് മുമ്പ് നമ്മൾ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ അതിലും കട്ടാവും. അത് മുമ്പും അങ്ങനെയാണ്, ഇനിയും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വർഷങ്ങൾ കണക്കൂട്ടുന്ന സമയത്ത് ഇത് കൂടുതൽ ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല. എങ്ങനെയാണ് ഇത് വാച്ചിങ് അവേഴ്സ് കണക്കൂട്ടേണ്ടത്, എങ്ങനെയാണ് ഇത് 1 വർഷമായല്ലോ, 1 വർഷം എന്ന് വിചാരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് നെക്സ്റ്റ് വർഷം തുടങ്ങുന്നതിന് മുമ്പ് ജനുവരി തുടങ്ങുന്ന സമയത്ത് ഈ വർഷത്തെ ഫുള്ള് പോകുന്നു. അങ്ങനെയല്ല കേട്ടാ, ഓരോ മാസത്തെയാണ് അവിടെ കുറഞ്ഞു വരുന്നുള്ളത്. അപ്പൊ ആ മാസം നമുക്ക് കൂടുതൽ വ്യൂസ്, വാച്ചിങ് അവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ മാസത്തെ എത്ര ഡൗൺ ആയാലും, അത് 0 ആയാലും, അത് പോയാലും, അത് വ്യൂസ് വന്നില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതിനുശേഷം പഴയ വീഡിയോ എടുത്തിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ അതിന്റെ ഏർണിങ്സും വ്യൂസും കൂടി നമുക്ക് ഈ വർഷത്തിലേക്ക് ആഡ് ആയിട്ട് കാണിക്കും. അങ്ങനെയാണ് കേട്ടാ. അപ്പോ ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വീഡിയോ കാണാം കേട്ടോ.